മാടായിക്കാവ് പൂരമഹോത്സവം ഏപ്രിൽ 2 മുതൽ 10 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 10-ന് പൂരംകുളി ആറാട്ട് നടക്കും. ഉത്തര കേരളത്തിന്റെ പൂരോത്സവത്തിനാണ് ഏപ്രിൽ 2-ന് തുടക്കമാകുന്നത്. ഏപ്രിൽ 2-ന് സന്ധ്യയ്ക്ക് സഹസ്രദീപം തെളിയുന്നതോടെ മാടായിക്കാവിലെ പൂരമഹോത്സവത്തിന് തുടക്കമാകും. ഏപ്രിൽ 9 വരെയുള്ള ഉത്സവ നാളുകളിൽ തെക്കിനാൽ കോട്ടയിലേക്കും തിരിച്ചു മാടായിക്കാവിലേക്കും ദേവിയുടെ എഴുന്നള്ളത്തും പൂരക്കളിയും ആചാരപൂർവ്വം നടക്കും. ഏപ്രിൽ 10-ന് പൂരം നാളിൽ രാവിലെ 8:30-ന് വടുകുന്ന തടാകത്തിൽ ചരിത്രപ്രസിദ്ധമായ പൂരംകുളി ചടങ്ങ് നടക്കും. ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര നവീകരണ സമിതിയുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. വൈകുന്നേരം 6:30 മുതൽ രാത്രി 8:30 വരെ 10-42 ടീമുകൾ പങ്കെടുക്കുന്ന കൈകൊട്ടിക്കളി, അതേപോലെ തിരുവാതിര, അതിനപ്പുറം ചരടുകുത്തിക്കോൽക്കളി, അതേപോലെ കളരിപ്പയറ്റ് പ്രദർശനം, ഇതെല്ലാം ഈ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തും ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ സ്റ്റേജിൽ വെച്ചും അതുപോലെ ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ചും ഈ 8 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷ പരിപാടികൾ അതിഗംഭീരമായി നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മാടായിക്കാവിലെ ഈ വർഷത്തെ പൂരാഘോഷത്തിന്റെ ഭാഗമായി അമ്മയുടെ ഭഗവതിയുടെ പ്രസാദമായ അന്നപ്രസാദം ഈ വരുന്ന 3-ാം തീയതി തൊട്ട് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മകന്നാള് വളരെ വിശിഷ്ടമായ രീതിയിൽ തന്നെ ഒരു സദ്യ രീതിയിൽ തന്നെ നമ്മൾ ഇപ്രാവശ്യം ഭക്ഷണം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ഈ വർഷത്തെ പൂരാഘോഷം ഏപ്രിൽ 2-ാം തീയതിയോടുകൂടിയാണ് തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 2-ാം തീയതിയിലെ ഗംഭീര പാണ്ഡ്യമേളത്തോടെയാണ് സാംസ്കാരിക പരിപാടികൾ നാന്ദി കുറിക്കുക. ഏപ്രിൽ 2-ാം തീയതിയുള്ള പാണ്ഡ്യമേളത്തിൽ 50ഓളം വാദ്യ കലാകാരന്മാരാണ് അണിനിരക്കുന്നത്. ഉത്തര കേരളത്തിലെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന മാടായിക്കാവിൽ അമ്മയുടെ പൂരമഹോത്സവം ഏപ്രിൽ 2-ന് വൈകുന്നേരം സഹസ്രദീപം തെളിയിക്കുന്നതോടെ ആരംഭം കുറിക്കുകയാണ്. പൂരോത്സവം നാളുകളിൽ ഭക്തജനങ്ങൾക്ക് പ്രസാദഊട്ടും പൂരനാളിൽ പൂരക്കഞ്ഞിയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ടി.വി. ഹരീന്ദ്രൻ, കെ.വി.എൻ. ബൈജു, കെ. കൃഷ്ണദാസ്, പി.വി. ഉണ്ണികൃഷ്ണൻ, ടി.വി. നമ്പ്യാതൻ, എം.വി. ഉണ്ണികൃഷ്ണൻ, പി. കൃഷ്ണൻ, എ. രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.